ഞാൻ നവാസിലേക്ക് പോകുന്നു. നവാസ്, ഈ വിഷയത്തിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യം താങ്കളും കേട്ടതാണ്. ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞതും താങ്കൾ കേട്ടതാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പരിമിതികളുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായ കാര്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കോഴിക്കോടാകുമ്പോൾ അവിടെ മരുന്ന് ക്ഷാമം എന്ന വിഷയമാണ് അവിടെ നിൽക്കുന്നത്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സർക്കാരിൻ്റെ കാലത്തെ മാത്രം ഒരു പ്രതിഭാസമായിട്ട് കാണാൻ പറ്റുമോ? എല്ലാ കാലത്തും ഇതൊക്കെയുണ്ട്. മെഡിക്കൽ കോളേജുകൾക്ക് ഇങ്ങനെ മതി, ഇത്രയൊക്കെ മതി എന്നൊരു തോന്നൽ മുമ്പുമില്ലേ? അല്ല, നമുക്കത് പരിശോധിക്കാം സ്മൃതി. ഏതെല്ലാം കാലത്ത് എത്രയുണ്ടായിരുന്നു നമുക്ക് പരിശോധന നടത്താലോ. ഇപ്പോൾ ഇവിടെ ഡോക്ടർ അരുൺകുമാർ കുറേ ഓപ്പറേഷൻ നടത്തുന്നതിൻ്റെ എണ്ണങ്ങൾ പറഞ്ഞു. അത് നടത്താനാണെന്ന് ഈ മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും ഒക്കെ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞത്. അതൊക്കെ നടത്താനല്ലേ നമ്മൾ ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ ഇത്ര നടത്തി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. നടത്താതെ പോകുന്ന ഒരാൾ പോലും ഒരു വലിയ വിഷയമായി നിൽക്കുകയും വേണം. അപ്പോൾ കേരളത്തിൻ്റെ പൊതു ആരോഗ്യ മേഖലയെക്കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാൻ സ്മൃതിയുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ്, നീതി ആയോഗിൻ്റെ 2025 ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ആണ്. ഇതിൽ 2025 കഴിഞ്ഞ 4 മാസം മുമ്പ് ഇൻഡെക്സിനകത്ത് കേരളത്തിൻ്റെ സ്ഥാനം 15ാം സ്ഥാനമാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ ഹാരിസ് പറഞ്ഞല്ലോ, ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയായിരുന്ന കേരളത്തിൻ്റെ ആരോഗ്യ മേഖല. അതിൽ നീതി ആയോഗിൻ്റെ 2025 ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ റിപ്പോർട്ട് പറയുന്നു 15ാം സ്ഥാനത്താണ് എന്ന് മാത്രമല്ല, അത് തന്നെ റെഡ് കാറ്റഗറിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? കേരളത്തിൻ്റെ ഈ ആരോഗ്യ മേഖല റെഡ് കാറ്റഗറിയിലാണ് നീതി ആയോഗിൻ്റെ 2025 കണക്ക് പ്രകാരം ഉള്ളത്. അത് മാത്രമല്ല, അതേ നീതി ആയോഗ് മറ്റൊരു കണക്ക് കൂടി പറയുന്നുണ്ട്. എന്താ കണക്കെന്നറിയോ? ഈ രോഗികളുടെ അനുപാതം, ഒരു ഡോക്ടർക്ക് 2200 രോഗികൾ എന്നതാണ് കേരളത്തിൻ്റെ അനുപാതം എന്ന് പറയുന്നത്. ഇത് കേരളത്തിൻ്റെ ഈ കണക്കുകൾ നമ്മളെ ഭയപ്പെടുത്തുന്നില്ലേ സ്മൃതി? ഞാൻ പറയട്ടെ, കാലത്തെ കണക്ക് പരിശോധിച്ചാൽ കണക്ക് നോക്കുമ്പോൾ UP ഒക്കെ കേരളത്തിനെക്കാട്ട് വളരെ മുകളിൽ നിൽക്കുകയാണ്. എന്ത് അടിസ്ഥാനത്തിലാണ്? അവിടുത്തെ ആശുപത്രികളിലെ മരണം, കൂട്ടമരണം, കുഞ്ഞുങ്ങളുടെ മരണം, നവജാത ശിശുക്കളുടെ മരണം ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ രാജീവ് എന്ന് പറയുന്ന വ്യവസായ മന്ത്രി ഇതേ നീതി ആയോഗിൻ്റെ കണക്ക് വെച്ചല്ലേ ഈ ഞങ്ങളുടെ വ്യാവസായിക മേഖല ഏറ്റവും ഉന്നതിയിലാണ് എന്ന് കഴിഞ്ഞ 4 മാസം മുമ്പ് പറഞ്ഞത്. നമ്മൾ ചർച്ച നടത്തിയത്, ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ ചർച്ച ഉണ്ടായത് അത് നീതി ആയോഗിൻ്റെ കണക്ക് തന്നെയല്ലായിരുന്നോ? അങ്ങനെ ഞങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ പറ്റുമെന്നും ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ നീതി ആയോഗിൻ്റെ കണക്ക് തെറ്റാണെങ്കിൽ കേന്ദ്രത്തിന് കത്തയച്ചത് തിരുത്താൻ ഗവൺമെൻറ് ആവശ്യപ്പെടണം. മാത്രമല്ല, അതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നു. ഒരു ഡോക്ടർക്ക് 2200 രോഗികൾ. 2016 ഞങ്ങൾ UDF സർക്കാർ ഇറങ്ങുന്ന സമയത്ത് ഒരു ഡോക്ടർക്ക് 1500 രോഗികൾ എന്ന അനുപാതമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ എത്ര ഡോക്ടർമാരുടെ നിയമനം നടന്നു നമ്മളത് പരിശോധിക്കേണ്ടതല്ലേ? നിയമനങ്ങൾ നടത്താതെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയതിൻ്റെ പേരിൽ ഇന്ന് അനുപാതത്തിൽ വലിയ വർധനവുണ്ടായിരിക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മാത്രമല്ല, ഈ മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ട് സ്മൃതി പറഞ്ഞല്ലോ, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഞങ്ങൾക്ക് ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് സ്ഥിരമായി പുറത്തേക്ക് കഴിഞ്ഞു. ഞാൻ ഈ ചർച്ച പറയുമ്പോൾ അതേ എന്ന് പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ പ്രേക്ഷകരുണ്ടാവും. കാരണം അതവിടെ അനുഭവമാണ്. അവിടുന്ന് പുറത്തേക്ക് മരുന്ന് എഴുതുന്നത് നോക്ക് നിങ്ങൾ. കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ കണക്ക് പ്രകാരം 52% അടിയന്തര മരുന്നുകൾക്ക് ക്ഷാമം കേരളത്തിലുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കണക്കല്ലേ? ഈ കണക്ക് വെച്ച് കേരളത്തിൻ്റെ പൊതു ആരോഗ്യ മേഖല സമ്പന്നമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? കേരളത്തിലെ പൊതു ആരോഗ്യ മേഖല ഏറ്റവും പ്രാഥമികമായ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ PHCകളാണ്. ആ PHCകളിൽ എൻ്റെ വീടിൻ്റെ തൊട്ട് മുൻപിലാണ് ഒരു PHC ഉള്ളത്. ആ PHCയിൽ ഡോക്ടറെ ഇതുവരെ നിയമിച്ചില്ല. ഉണ്ടായിരുന്ന ഡോക്ടർ അവിടുന്ന് പോയി. കഴിഞ്ഞ 4-5 വർഷമായി ഒരു ഡോക്ടർ അവിടെ ഇല്ല. അത് ഞങ്ങളുടെ PHC മാത്രമല്ല, നിങ്ങൾ പരിശോധിക്കുക. 2022 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കണക്ക് പ്രകാരം 35% PHCകളിൽ ഡോക്ടർമാരില്ല. ഇത് കേരളത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറയുന്നത് ഈ PHCകളാണല്ലോ. അതില്ലാതെ പോകുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കണക്കല്ലേ? നമ്മുടെ മാനസികാരോഗ്യ പരിപാലനത്തിൻ്റെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ NCRBയുടെ റിപ്പോർട്ട് പ്രകാരം 2022 മാത്രം 2300 ആത്മഹത്യകൾ നടന്നു. അത് 27% വർധനവ് നടക്കുന്നു. മാനസികാരോഗ്യ പരിപാലനത്തിൻ്റെ വീഴ്ചയായി നമുക്കതിനെ ചൂണ്ടിക്കാണിക്കേണ്ടി വരില്ലേ? അപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിലെ ഈ ആരോഗ്യ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് വളരെ വ്യക്തമായ കാര്യമാണ്. ഇന്ന് പുറത്തു വന്ന വാർത്ത, നിങ്ങളുടെ ചാനൽ അത് റിപ്പോർട്ട് ചെയ്തത് എനിക്കറിയില്ല, ഇന്ന് മറ്റു ചാനലുകളിൽ ഞാൻ കണ്ട വാർത്തയുണ്ട്. സൗജന്യ OP നിർത്തലാക്കുന്നു. പ്രത്യേകിച്ച് അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ആശുപത്രിയിൽ സൗജന്യ OP ആണ് ഉണ്ടായത്. മറ്റതൊക്കെ അതിന് മുമ്പേ നിർത്തലാക്കി. ഇന്ന് അമ്മയും കുഞ്ഞും ചികിത്സിക്കുന്ന ആശുപത്രിയിലെ സൗജന്യ OP നിർത്തലാക്കുന്നു എന്ന ഒരു വാർത്ത കൂടി പുറത്തു വന്നു. അപ്പോൾ അവിടെ നിയമനങ്ങൾ ഉണ്ടാകുന്നില്ല, മരുന്നുകൾക്ക് ക്ഷാമം ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രൂപത്തിലേക്കുള്ള പൊതു ആരോഗ്യ മേഖലയിൽ തകർച്ചകൾ ഉണ്ടാകുന്നു. സൗജന്യ OP നിർത്തലാക്കുന്നു. താൽക്കാലിക നിയമനങ്ങൾ വലിയ രൂപത്തിലേക്ക് വർദ്ധിക്കുന്നു. അത് പാർട്ടി അംഗങ്ങളെ നിയമിക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക നിയമനങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ട് അത് പരിഹരിക്കുന്നു. അത് പരിഹരിക്കാൻ
ദ്രുതഗതിയിൽ ഫയലുകൾ നീങ്ങുന്നു എന്ന് പറയുന്ന ഒരു മേന്മയായി നമുക്ക് എങ്ങനെയാണ് കാണാൻ വേണ്ടി കഴിയുക? അതൊരു മേന്മയല്ലോ. ഒരു എത്ര ഹാരിസ്മാർ ഇങ്ങനെ എല്ലാ ആശുപത്രികളിൽ നിന്നും ഇങ്ങനെ ഹാരിസ്മാർ പറയണം. ഞാൻ വളരെ സുപ്രധാനമായ ഒരു പക്ഷേ പുറത്ത് വന്നിട്ടില്ലാത്ത ഒരു RTI രേഖ ഞാൻ സ്മൃതിയുടെ ഫോണിലേക്ക് അയക്കുന്നുണ്ട്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നമുക്കറിയാം നിപ്പയുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം തവണ കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും 3-4 തവണ നിപ്പയുടെ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. ആ സമയത്ത് നിപ്പയുടെ നമ്മുടെ ഈ പറയുന്ന പരിശോധന നടത്താൻ പൂനെ വൈറോളജിയിലേക്കാണ് നമ്മൾ അയക്കാറുള്ളത്. നമുക്ക് സ്വന്തമായി ഒരു VRD വൈറസ് റിസർച്ച് ഡയഗ്നോസ്റ്റിക്സ് ലാബ് ഉണ്ടാക്കണമെന്ന രീതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നമ്മളൊരു മെഡിക്കൽ കോളേജിനകത്ത് ഒരു VRDLന്റെ ലാബ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയിട്ട് ഇതുവരെ അത് കമ്മീഷൻ ചെയ്തിട്ടില്ല. ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ സ്മൃതി അത് കമ്മീഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ അതിന് 2 ബില്ലുകൾ RTI പ്രകാരം കിട്ടിയ 2 ബില്ലുകൾ സ്മൃതിക്ക് അയച്ചിട്ടുണ്ട്. അത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? 2 എക്യുപ്മെന്റ്സ്. ഒന്ന് കോൺസൽ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് 16/3/2019 വാങ്ങിയതാണ്. 1,10,00,000 വിലയുള്ള സാധനമാണ്. അതിന് 13/6/2022 അതിന്റെ വാറണ്ടി എക്സ്പയർ ആയി. ഇതുവരെ നമ്മളത് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല, അത് കമ്മീഷൻ ചെയ്തിട്ടില്ല. മറ്റൊരു ബില്ല് കൂടി ഞാൻ സ്മൃതിക്ക് അയച്ചിട്ടുണ്ട്. അത് 25/7/2019 വാങ്ങിയതാണ്. 1,29,00,000 രൂപയാണ് ആ ഫ്ലോസ് റൈപ്പോർട്ട് എന്ന് പറയുന്ന എക്യുപ്മെന്റ്സിന്റെ വില. അതിന്റെ വാറണ്ടി കഴിയുന്നത് 15/10/2022 എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ എക്യുപ്മെന്റ്സുകൾ വാങ്ങുന്നു. എന്നിട്ട് അത് കമ്മീഷൻ ചെയ്യാതെ ഉപയോഗിക്കാൻ കഴിയാതെ അത് നഷ്ടപ്പെട്ടു പോകുന്നു. അത് മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടി അയച്ചു. ഇതിനെക്കുറിച്ചുള്ള എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കണമെന്ന ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റിന്റെ കോപ്പി ഞാൻ സ്മൃതിക്ക് അയച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട് കമ്മീഷൻ ചെയ്ത ശേഷമാണ് ഈ 2 എക്യുപ്മെന്റ്സും വാങ്ങേണ്ടതുള്ളൂ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പണിയെല്ലാം പൂർത്തീകരിച്ച ശേഷം മാത്രമേ ഇത് വാങ്ങേണ്ടതുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ താല്പര്യത്തിന് മുകളിൽ ഈ പർച്ചേസുകളൊക്കെ നേരത്തെ നടത്തുകയും അതിന്റെ പണം സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പറ്റം ആളുകൾ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പരിശോധിക്കാൻ ആരാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത് ആരാണ് നിങ്ങൾ പരിശോധിക്കുക. ആധികാരികമായി ഞാൻ പറയുന്നു, CPMന്റെയും CITUവിന്റെയും ഉന്നത നേതാക്കന്മാരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഒരു ഭാഗത്ത് വലിയ തകർച്ച ഉണ്ടാകുന്നു, ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന പേഷ്യന്മാരുടെയും റേഷ്യോയിൽ വലിയ വർധനവുണ്ടാകുന്നു. അവിടെ നീതി ആയോഗിന്റെ കണക്കിൽ നമ്മൾ താഴെ പോകുന്നു, നിയമനങ്ങൾ നടക്കുന്നില്ല, മരുന്നുക്ഷാമം ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന് മരുന്ന് വിതരണം ചെയ്യുന്ന നമ്മുടെ ഔദ്യോഗിക ബോഡികളുടെ കണക്കുകൾ തന്നെ 52% എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് വെള്ളാനകളെ പോലെ ഈ പറയുന്ന സ്ഥാപനങ്ങളെ ഊറ്റിയെടുക്കാൻ വേണ്ടി സാമ്പത്തിക സ്രോതസ്സുകളായി ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് ഡെവലപ്മെന്റ് കമ്മിറ്റികൾ ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായ പ്രശ്നം കൂടി ചൂണ്ടിക്കാണിക്കുമ്പോൾ അത്യന്തം അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് പോകുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.